ഇത് നമ്മുടെ കളിമൺ പറല്ലേ? ഇത് കൊള്ളാലോ, നമുക്ക് പോയാലോ? അങ്ങനെ ഞങ്ങള് കസിൻസ് ഒക്കെ ആയിട്ട് എവിടെ ഇരിക്കുമ്പോ നല്ല ചൂട് സമയമാണ് കേട്ടോ. ഈ സമയം നല്ല ചൂടാലോ ഓൾറെഡി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സഞ്ജുവേട്ടൻ റീല് കണ്ട് നമുക്ക് കണിമംഗലം പാടത്ത് നമ്മുടെ വിഭീഷണന്റെ കടയ്ക്ക് പോവാന്ന് പറയുന്നത്. അപ്പൊ ദേ നമ്മുടെ കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മള് സെറ്റ് ആയിട്ട് നമ്മളിതേ പോവാണ്. അപ്പൊ നമുക്ക് ലെറ്റ്സ് ഗോ. വിഭീഷണന്റെ കടയിലെത്തി. പക്ഷെ മൂഞ്ചി ഗൈസ്, കട അടച്ചു. ഞങ്ങൾ വേറെ എന്തെങ്കിലും സ്പോട്ട് പിടിക്കേണ്ടി വരും. ഇവിടേക്ക് വേറൊരു ദിവസം എന്തായാലും ഞങ്ങൾ വരും. അല്ല സഞ്ജോട്ടൻ, നമ്മൾ എന്തായാലും വരില്ലേ? സഞ്ജോട്ടൻ എവിടെ ഉണ്ട്? ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലാണ് നമ്മുടെ വിഭീഷണന്റെ കട ഇരിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ബെറ്റർ വൈകിട്ടുള്ളൊരു 5 മണി 5:30 സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു തണലൊക്കെ ആയിട്ടുള്ളൊരു ടൈമാണ് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ പ്ലേസ് എന്ന് പറയുന്നത് കണിമംഗലം പാടാണ്. കുറുക്കഞ്ചേരി, തൃശ്ശൂർ, പാലക്കൽ ആ റൂട്ടിലാണ് ഈ വിഭീഷണന്റെ കടയുള്ളത്. ഇതാണ് അവിടുത്തെ മെനു എന്ന് പറയുന്നത്. ഇത് ഭയങ്കര വൈബുള്ള സ്പോട്ടാണ്. പക്ഷെ എന്താ ചെയ്യാം, നമുക്ക് ഭാഗ്യമില്ലാണ്ടായപ്പോൾ ഇന്ന് കട അടച്ചേക്കാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നാളെ വരാമെന്ന് വെച്ചിട്ട് അവിടെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു പുള്ളിയുടെ. അപ്പോൾ നമ്മൾ കോൺടാക്ട് ചെയ്തപ്പോൾ ഇവിടെ എല്ലാ ദിവസവും 10-11 മുതൽ 6:30 വരെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി അൺലക്കി യെസ്, നമുക്കിന്ന് കടയില്ല. ഇവിടെ ഭയങ്കര ആംബിയൻസ് ആട്ടോ. ഫുൾ നോക്കിയാൽ ഭയങ്കര നല്ല സെറ്റാണ്. നല്ല ഫുൾ പാടാണ്, 2 സൈഡിലും പാടാണ്. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടൊരു വോക്ക് വേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളിനി എന്തെങ്കിലും കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ല, എവിടെയെങ്കിലുമൊക്കെ പോയി കഴിച്ചിട്ട് വരാമെന്ന് വെച്ചു. നാളെ നമുക്ക് രാവിലെ എന്തായാലും ഇവിടേക്ക് വരാം. എന്തായാലും ഇവിടെ വന്ന് സെറ്റാക്കാം. വീഡിയോയുടെ അവസാനം വരെ കണ്ടിരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന് ഇവിടുന്ന് നേരെ പോയ ഷജീർക്കാടെ കടയുടെ വിശേഷങ്ങൾ ഈ വീഡിയോയുടെ ലാസ്റ്റിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുവരെ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങനെ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മുടെ കസിൻസ് എല്ലാവരും അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 10:30 കഴിഞ്ഞു. ഇപ്പോൾ 10:45. അപ്പം നമ്മൾ 10:45 ഇവിടെ നിന്ന് ഇറങ്ങുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് കണിമംഗലത്തേക്ക് ഒരു കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഒക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം നമുക്ക് വേഗം പോയിട്ട് വരാം. ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ എത്തി. അതേ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ നമ്മളിവിടെ എത്തി. കട ഒന്ന് തുറന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കായി വരുന്നേ ഉള്ളൂ. എങ്ങനെയുണ്ട് ആതിരേച്ചി? ജെന്യൂനായിട്ട് പറയണോ? ജിതേച്ചിന് എങ്ങനെയുണ്ട്? നിന്റെ എങ്ങനെയുണ്ട്? ഇന്നോസിന്റെ എങ്ങനെയുണ്ട്? ഇന്നോസ് എന്തൊരു ഓർഡർ ചെയ്തേ? അവിൽ മിൽക്ക് അടിപൊളി. അതെന്തിരുന്നു? മുന്തിരി മിൽക്ക്, കുടുക്ക സർബത്ത്. ഇതെന്തിട്ട്? കരിക്കും ബൂസ്റ്റ്. ആ, എങ്ങനെയുണ്ട്? കുടിച്ചോക്ക് സഞ്ജോട് കുടിച്ചോക്ക്. കാര്യമായിട്ട് അടിപൊളിയാണോ? അടിപൊളി. മാംഗോ മിൽക്കും അടിപൊളിയാട്ടോ. നമ്മളങ്ങനെ ഇവിടുന്ന് 5-6 സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടോ. 5 സാധനങ്ങൾ. അതിൽ ഫ്ലോപ്പായി തോന്നിയൊരു സാധനം എന്ന് പറയുന്നത് കുടുക്ക സർബത്ത് മാത്രമാണ്. ബാക്കി കരിക്കും ബൂസ്റ്റൊക്കെ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടേട്ടോ. അപ്പം നിങ്ങൾ ഈ കുറുക്കഞ്ചേരി റൂട്ട്, പാലക്കൽ റൂട്ട് കൂടെ പോവാണെങ്കിൽ വിഭീഷണന്റെ കടയിൽ കയറാം. ഈ ചൂട് സമയത്ത് നല്ല തണുക്കാൻ വേണ്ടി ഉഷാറായിട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം ഇവിടെ. അപ്പം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. ടേസ്റ്റും ഉണ്ട് കേട്ടോ. ബാക്കി കുടുക്ക സർബത്ത് ഒഴിച്ച് ബാക്കി ഞങ്ങൾ കഴിച്ചത് മുന്തിരി ജ്യൂസ്, മുന്തിരി ജ്യൂസ് അല്ല, മുന്തിരി മിൽക്ക്, മാംഗോ മിൽക്ക്, പിന്നെ അവിൽ മിൽക്ക്, പിന്നെ കരിക്കും ബൂസ്റ്റ്, കുടുക്ക സർബത്ത്. ഇതാണ് ഞങ്ങൾ കഴിച്ചേട്ടാ. കുടുക്ക സർബത്ത് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ബാക്കിയെല്ലാം പക്ക അടിപൊളിയാണ്. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് തിരിച്ചു പോവാം. ചൂട് കൂടി തുടങ്ങി.
വീട്ടിലേക്ക് പോകാമെന്ന് വെച്ച് നിൽക്കുമ്പോൾ നമ്മളിവിടെ നല്ലൊരു വൈബ് തോന്നി. അപ്പോൾ ഇവിടെ കുറേ തണൽ മരങ്ങളുണ്ട്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞു. അങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സൈഡിലൊരു കടയിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു റൂട്ടിൽ തന്നെ കേട്ടോ, ഈ ഒരു കടകളൊക്കെ ഒരു നിരയിലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു മരത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ പൂക്കളുണ്ടായി നിൽക്കുന്നുണ്ട്. ഒരു പ്രത്യേക പൂക്കളൊക്കെ കണ്ടു. അങ്ങനെ നമ്മൾ പിന്നെ നേരെ നമ്മുടെ ആ ഒരു കട ലക്ഷ്യമാക്കി നമ്മൾ ചെന്നു. അവിടെ ഈ മോര് സോഡ, നെല്ലിക്ക, കാന്താരി അങ്ങനെ കുറേ വെറൈറ്റീസാണ് അവിടെ കണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മോര് സോഡ ട്രൈ ചെയ്തിട്ടോ. ഇത് നല്ല അടിപൊളിയായിരുന്നു. സെക്കൻഡ്ലി പിന്നെ നമ്മൾ ട്രൈ ചെയ്തത് നെല്ലിക്ക കാന്താരിയാണ്. അപ്പോൾ നെല്ലിക്ക കാന്താരിയിൽ കുറച്ച് എരിവൊക്കെ കുറച്ചിട്ട് അതും നല്ല അടിപൊളി ഒരു സംഭവം തന്നെയായിരുന്നു. പിന്നെ നമുക്ക് കുറേ ട്രൈ ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് കഴിച്ച കാരണം കൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ അധികം ഒന്നും അങ്ങനെ ട്രൈ ചെയ്യാൻ പോയില്ല. പക്ഷെ കഴിച്ച 2 സാധനം കിടിലനാണ്. ഇനി ഈ ഒരു കടയുടെ ഓപ്പോസിറ്റ്, നമ്മുടെ ഈ ഒരു വിഭീഷണൻ്റെ കടയും ഈ ഒരു കടയൊക്കെ ഉള്ളത് ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ഇതുപോലൊരു വാക്ക് വേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാനിത് ഒരു 1 ഇയർ മുൻപ് പോയതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലിപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആഡ് ചെയ്തതാണ്. നിങ്ങൾ ഇവിടെയൊക്കെ ആയിട്ട് വരാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും ഒരു വാക്ക് വേ ഒക്കെയിലൊക്കെ നടക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ബ്രിഡ്ജിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. എന്നാലും നിങ്ങൾക്ക് ഇവിടെയൊക്കെ എൻട്രി ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ വന്നപ്പോൾ നേരെ പോയ നമ്മുടെ പുച്ചിന് പാടത്തുള്ള ഷജീർക്കാടെ കടയാണ് ഇനി ഞാൻ കാണിക്കുന്നത്. ഇവിടുത്തെ ഐറ്റംസിൻ്റെ പേര് കേട്ടാൽ തന്നെ നിങ്ങൾ ഞെട്ടും. ചേട്ടാ ചിക്കൻ്റെ എന്തുള്ള ചിക്കന്റെ മൊയ്തീനുണ്ട്. ഇത് പറയും ചിക്കന്റെ മൊയ്തീനുണ്ട്, പാവാടയുണ്ട്, 2 പെൺകുട്ടികളുടെ ബിലാറ്റും ഉണ്ട്. പിന്നെ നമ്മളില്ല തപ്പ കേസ് കൊടുക്കാം. പിന്നെ ആടുജീവിതമുണ്ട്. പേര് പോലെ തന്നെ ഇവിടുത്തെ ഐറ്റംസും ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ഞങ്ങൾ പണ്ടേ ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടാണ് ഈ തട്ടുകട ഐറ്റംസിൻ്റെ ഒക്കെ. അപ്പോൾ ബീഫിൻ്റെയും ചിക്കൻ്റെയും വെജുകാർക്കും ഒക്കെ ഉള്ള ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. റേറ്റൊക്കെ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള റേറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്ത് നമ്മളും കഴിച്ചായിരുന്നു. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി പുതിയ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ വരും. അതുവരേക്കും ബൈ ഫ്രം ഹോഡോ പേഡീസ്.